അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈഗോ എന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ളൊരു ബോധം, അത് പലപ്പോഴും നമുക്കിടയിലുള്ള മനുഷ്യർക്കിടയിലുള്ള പല ബന്ധങ്ങൾക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിനയമുള്ളവരായി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വസ്ഥത നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ ജീവിതത്തെ ഭരിക്കുന്നത് ഈഗോ ആണെങ്കിൽ, അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമാണെങ്കിൽ, പലപ്പോഴും ജീവിതത്തിൻ്റെ മിക്ക സമയത്തും അവൻ അസ്വസ്ഥനായിരിക്കും. എന്നാൽ ഒരാൾ സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നു എന്ന് നാം കാണുമ്പോൾ, ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നാം മനസ്സിലാക്കുന്ന, നാം കണ്ടെത്തുന്ന ഒരു കാര്യമാണ് അയാളുടെ ജീവിതത്തിലുള്ള വിനയം എന്നുള്ളത്. ഒരിക്കൽ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. റസൂലിൻ്റെ അടുത്ത് വന്നപ്പോൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അയാൾ എങ്ങനെ സംസാരിക്കണം, എന്തു പറയണം, എങ്ങനെ അവതരിപ്പിക്കണം എന്ന ഒരു വല്ലാത്ത വെപ്രാളത്തിൽ അദ്ദേഹമായി പോവുകയാണ്. വല്ലാത്തൊരു അങ്കലാപ്പിൽ അദ്ദേഹം പെട്ടുപോവുകയാണ്. മദീനയുടെ ഭരണാധികാരിക്ക് മുമ്പിൽ എങ്ങനെ പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ സാധാരണക്കാരനായ മനുഷ്യനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹബ്ബിന അലൈക് ഇന്നമ ലസ്തു ബിമലിക്കിൻ. നീ ശാന്തമാകൂ, ഞാനൊരു വലിയ രാജാവൊന്നുമല്ല, ഞാൻ വലിയ അധികാരമുള്ള അല്ലെങ്കിൽ അധികാരം പ്രകടിപ്പിക്കുന്ന അഹങ്കാരിയായ രാജാവൊന്നുമല്ല, മറിച്ച് ഇന്നമ അന ഇബ്നു ഉംറഅത്തിൻ തഅകുൽ ഖദീദ്, ഞാൻ ഉണക്ക മാംസം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ മകൻ മാത്രമാണ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയും. ആ മനുഷ്യൻ വല്ലാതെ ഭയന്നു വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചിട്ട് പറയുന്ന വർത്തമാനം വല്ലാത്ത വാക്യങ്ങളാണ്. ഞാനൊരു വലിയ രാജാവൊന്നുമല്ല, നിങ്ങൾ എന്നെ ഭയപ്പെടേണ്ടവരുമല്ല, ഞാൻ സാധാരണക്കാരിൽ, അറബികളായ സാധാരണക്കാർ കഴിക്കുന്ന ഉണക്കിയെടുക്കുന്ന മാംസം കഴിച്ച സ്ത്രീയുടെ മകനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൽ വല്ലാത്ത ഒരു സ്വന്തത്തെക്കുറിച്ചുള്ള ബോധ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കണം. ഞാൻ സാധാരണക്കാരനാണ് എന്ന് മനസ്സിൽ വെക്കുക മാത്രമല്ല, അത് ചുറ്റുമുള്ളവർക്ക് കൂടി പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന ഒരു നിലപാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എന്നത് വലിയ പാഠമാണ് പ്രിയമുള്ളവരെ നമുക്ക് നൽകുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹാബികളുമായി കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലാണ് ഇരുന്നത്. അങ്ങനെ റസൂലിന് പ്രത്യേകമായ ഒരു സ്ഥാനം അവിടെ മദീന പള്ളിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നില്ല. പുറത്തു നിന്ന് വരുന്ന പരിചയമില്ലാത്ത ആർക്കും പെട്ടെന്ന് റസൂൽ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ സാധ്യമാകുമായിരുന്നില്ല. ഒരിക്കൽ മദീനയിൽ അപരിചിതനായ ഒരാൾ മദീന പള്ളിയിൽ വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിക്കാണ്, എവിടെയാണ് റസൂൽ. അങ്ങനെ അന്വേഷിച്ച സമയത്ത് അവിടെയുള്ള ഒരു സഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വർണ്ണിക്കുകയാണ്. യാ സയ്യിദന വബ്ന സയ്യിദിന, ഞങ്ങളുടെ വലിയ നേതാവ്, ഞങ്ങളുടെ വലിയ നേതാവിന്റെ മകൻ, അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും നല്ലവന്റെ മകൻ എന്നൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയുള്ള ഒരു സഹാബി പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ സഹാബിയുടെ പ്രതികരണം കേട്ട് അതിഷ്ടപ്പെടാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തുകയാണ്. നിങ്ങളുടെ മേൽ പിശാച് പിടിമുറുക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഞാൻ അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് വ റസൂലു, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അതിനു മേൽ എന്നെ ഉയർത്തുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് അള്ളാഹു നൽകിയ സ്ഥാനത്തിനു മേൽ നിങ്ങൾ എന്നെ ഉയർത്തി പറയുന്നത് എനിക്കിഷ്ടമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയത്തോടുകൂടി അവരെ തിരുത്തുകയാണ്. ഈ ഒരു ജീവിത രീതി പ്രിയമുള്ളവരെ നമുക്കും വലിയ മാതൃക പകരുന്നുണ്ട്. വിനയാന്വിതരായി മാറുക എന്ന് പറഞ്ഞാൽ വളരെ സാധുക്കളായിട്ട് ജീവിക്കുക എന്നതല്ല, മറിച്ച് മനുഷ്യർക്ക് അപ്രോച്ചബിൾ ആവുക, മനുഷ്യർക്ക് അട്രാക്റ്റീവായിട്ട് മാറുക, അവർക്ക് സമീപിക്കുവാനും ആകർഷണീയതയുള്ളവരൊക്കെയായി മാറുക, സമീപിക്കുവാൻ സാധ്യമാകുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുക എന്നതാണ് യഥാർത്ഥത്തിൽ വിനയത്തിന്റെ വളരെ കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അറബി ഭാഷയിൽ വിനയത്തെക്കുറിച്ച് പറയുന്നത് റിദൽ ഇൻസാൻ ബി മൻസിലതിഹി എന്നതാണ്. മനുഷ്യൻ അവന്റെ സ്ഥാനത്തെക്കുറിച്ച് തൃപ്തിയുള്ളവനായിട്ട് മാറുക,
നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച്, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ജനങ്ങളുമായി ഇടപഴകുവാൻ സാധ്യമാവുമ്പോഴാണ് നമുക്ക് മനുഷ്യർ ഇഷ്ടപ്പെടുന്ന, മനുഷ്യർ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യർ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഏറ്റവും ആകർഷണീയതയുള്ള സ്വഭാവത്തിനും വ്യക്തിത്വത്തിനുമെല്ലാം ഉടമയായി ജീവിക്കുവാനുള്ള കഴിവ് നമുക്ക് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.